ഹായ് ഹലോ വെൽക്കം ടു അനദർ വീഡിയോ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുന്ന ഒരു രീതിയാണ്. എനിക്കവിടെ പോകേണ്ടതുണ്ടായിരുന്നു, എനിക്ക് ഒരു ഡോക്ടറെ സമീപിക്കേണ്ടതുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണേണ്ടതുണ്ടായിരുന്നു, അവസാനം അവർക്ക് പരാജയം സമ്മതിക്കേണ്ടതുണ്ടായിരുന്നു, COVID-19 കാരണം ഞങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകൾ നിർത്തേണ്ടതുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഇംഗ്ലീഷിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ എങ്ങനെയാണ് പറയുന്നത്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു എനിക്ക് പോകേണ്ടതുണ്ടായിരുന്നു, ഡോക്ടറെ സമീപിക്കേണ്ടതുണ്ടായിരുന്നു, ഡോക്ടറെ കാണേണ്ടതുണ്ടായിരുന്നു, അവൾക്ക് എക്സാം വീണ്ടും എഴുതേണ്ടതുണ്ടായിരുന്നു, അവസാനം അവർക്ക് പരാജയം സമ്മതിക്കേണ്ടതുണ്ടായിരുന്നു. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പറയാനായിട്ട് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് യെസ്, ഇതാണ് ഹാഡ് ടു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഹാഡ് ടു. നമ്മൾ നിരന്തരം ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഹാഡ് ടു, അതുപോലെ തന്നെ ഹാവ് ടു. ഓക്കെ, അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഹാഡ് ടു ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, ഇനി ഹാഡ് ടുവിൻ്റെ ചില പ്രത്യേകതകൾ നമുക്ക് ആദ്യം പറയാം, എന്നിട്ട് നമുക്ക് ആ എക്സാമ്പിളുകൾ നോക്കാം. നമ്മൾ കഴിഞ്ഞു പോയ ഒരു സമയത്ത്, ഒരു പാസ്റ്റ് ടെൻസ്, കഴിഞ്ഞു പോയൊരു കാലഘട്ടത്തിൽ പോയ ഒരു ആവശ്യകതയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാഡ് ടു ഉപയോഗിക്കുന്നത്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, എനിക്കവിടെ പോകേണ്ടതുണ്ടായിരുന്നു, എനിക്കൊരു ഡോക്ടറെ കാണേണ്ടതുണ്ടായിരുന്നു എന്ന് പറയുന്നത് കഴിഞ്ഞു പോയപ്പോഴുള്ള ഒരു സമയത്തെ ഒരു ആവശ്യകതയാണല്ലോ. അത്തരം കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാഡ് ടു ഉപയോഗിക്കുന്നത്. പിന്നെ ഹാഡ് ടുവിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ഹാവ് ടു എന്ന് പറയുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, എനിക്കവിടെ പോകേണ്ടതുണ്ട്, എനിക്ക് വരേണ്ടതുണ്ട്, ഡോക്ടറെ കാണേണ്ടതുണ്ട്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഹാവ് ടു ആണ് ഉപയോഗിക്കുന്നത്. ഈ രീതിയുടെ പാസ്റ്റ് ടെൻസ് ആയിട്ട് നമ്മൾ ഹാഡ് ടു ഉപയോഗിക്കുന്നുള്ളത് ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ വാചകങ്ങളൊക്കെ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് പറയുക നോക്കാം. ഹാഡ് ടു ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞ ആ ഒരു വാചകം ഇങ്ങനെയാണ്, എനിക്കവിടെ പോകേണ്ടതുണ്ടായിരുന്നു, എനിക്കവിടെ പോകേണ്ടതുണ്ടായിരുന്നു. ഐ ഹാഡ് ടു ഗോ ദെയർ, ഐ ഹാഡ് ടു ഗോ ദെയർ, എനിക്കവിടെ പോകേണ്ടതുണ്ടായിരുന്നു. ഐ ഹാഡ് ടു എന്ന് പറഞ്ഞതിന് ശേഷം നമ്മളൊരു വെർബ് പറയുകയാണെങ്കിൽ ആ പ്രവൃത്തി ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്നാണ്. ഐ ഹാഡ് ടു സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഉറങ്ങേണ്ടതുണ്ടായിരുന്നു. ഐ ഹാഡ് ടു കുക്ക്, എനിക്ക് പാചകം ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഐ ഹാഡ് ടു കം, എനിക്ക് വരേണ്ടതുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഹാഡ് ടു ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഐ ഹാഡ് ടു ഗോ ദെയർ, എനിക്കവിടെ പോകേണ്ടതുണ്ടായിരുന്നു. അയാൾ പോയോ ഇല്ലേ എന്നുള്ളത് അയാളുടെ പേഴ്സണൽ മാറ്ററാണ്, അതിലേക്ക് നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല. പക്ഷേ പറയുകയാണ് ഞാൻ നേരം വൈകാൻ കാരണം എന്താണെന്നറിയോ, എനിക്കവിടെ പോകേണ്ടതുണ്ടായിരുന്നു. ഓക്കെ, ഇനി രണ്ടാമത് നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ, എനിക്ക് ഡോക്ടറെ സമീപിക്കേണ്ടതുണ്ടായിരുന്നു, ഡോക്ടറെ കാണേണ്ടതുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ലേറ്റ് ആയതൊന്നും വിചാരിക്കരുത്, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഇന്നലെ പോയത്, എനിക്ക് ഡോക്ടറെ കാണേണ്ടതുണ്ടായിരുന്നു. ഐ ഹാഡ് ടു കൺസൾട്ട് എ ഡോക്ടർ, ഐ ഹാഡ് ടു കൺസൾട്ട് എ ഡോക്ടർ, എനിക്കൊരു ഡോക്ടറുടെ ഉപദേശം സ്വീകരിക്കേണ്ടതുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ഡോക്ടറെ സമീപിക്കേണ്ടതുണ്ടായിരുന്നു എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. ഐ ഹാഡ് ടു കൺസൾട്ട് എ ഡോക്ടർ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പറഞ്ഞിരുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, അവൾക്ക് പരീക്ഷയ്ക്ക് വീണ്ടും ഹാജരാകേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം പരീക്ഷ എഴുതി, അപ്പോൾ അതിൽ മാർക്കൊന്നുമില്ല, അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോയി. അപ്പോൾ രണ്ടാമത് അവൾ റീഅപ്പിയർ ചെയ്യണം എക്സാമിന്. അപ്പോൾ അവൾക്ക് പരീക്ഷയ്ക്ക് വീണ്ടും ഹാജരാകേണ്ടതുണ്ടായിരുന്നു എന്ന് പറയാണ്. ഇങ്ങനെ തന്നെയാണ് നമ്മൾ പറയുന്നത്, ഷീ ഹാഡ് ടു റീഅപ്പിയർ ദ എക്സാമിനേഷൻ, ഷീ ഹാഡ് ടു റീഅപ്പിയർ ദ എക്സാമിനേഷൻ, അവൾക്ക് പരീക്ഷയ്ക്ക് വീണ്ടും ഹാജരാവേണ്ടതുണ്ടായിരുന്നു, പരീക്ഷയ്ക്ക് വീണ്ടും ഹാജരാവേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അവർ കുറേ ആളുകൾ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ആ പെൺകുട്ടിനെ മാത്രം കാണുന്നില്ല. അപ്പോൾ അവർ ചോദിക്കുകയാണ് എവിടെ അവളവിടെ പോയി. അപ്പോൾ ആ വീട്ടുകാർ പറഞ്ഞു കൊടുക്കുകയാണ് അവൾ പരീക്ഷയ്ക്ക് പോയതാണ്, ഷീ ഹാഡ് ടു റീഅപ്പിയർ ദ എക്സാമിനേഷൻ, അവൾക്ക് പരീക്ഷയ്ക്ക് വീണ്ടും ഹാജരാവേണ്ടതുണ്ടായിരുന്നു, അപ്പോൾ അതിനു വേണ്ടി പോയതാണ്. ഇങ്ങനെയൊക്കെ ആയിരിക്കും പറയാം. യെസ്. പിന്നെ നമ്മൾ പറഞ്ഞൊരു എക്സാമ്പിൾ ഇങ്ങനെയാണ്, COVID-19 കാരണം ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഞങ്ങൾക്ക് മാറ്റി വെക്കേണ്ടതുണ്ടായിരുന്നു, COVID-19 കാരണം ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഞങ്ങൾക്ക് മാറ്റി വെക്കേണ്ടതുണ്ടായിരുന്നു. യെസ്, ഇത് നമ്മൾ പറയുകയാണെങ്കിൽ ഇങ്ങനെ തന്നെയാണ്, വി ഹാഡ് ടു സ്റ്റോപ്പ് ദ ഓഫ്ലൈൻ ക്ലാസ്സസ് ബിക്കോസ് ഓഫ് COVID-19, വി ഹാഡ് ടു സ്റ്റോപ്പ് ഓഫ്ലൈൻ ക്ലാസ്സസ് ബിക്കോസ് ഓഫ് COVID-19, വി ഹാഡ് ടു സ്റ്റോപ്പ് ഓഫ്ലൈൻ ക്ലാസ്സസ് ബിക്കോസ് ഓഫ് COVID-19 കാരണം ഞങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകൾ നിർത്തേണ്ടതുണ്ടായിരുന്നു, ഞങ്ങളത് നിർത്തുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഹാഡ് ടു ഉപയോഗിക്കുന്നത്. ഇനി അവസാനമായിട്ടൊരു എക്സാമ്പിൾ കൂടെ നമുക്ക് പറയാം. അവസാനം ശത്രുക്കൾക്ക്
പരാജയം സമ്മതിക്കേണ്ടതുണ്ടായിരുന്നു. ആ രീതിയിലുള്ള യുദ്ധമായിരുന്നു. അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അവസാനം ശത്രുക്കൾക്ക് പരാജയം സമ്മതിക്കേണ്ടതുണ്ടായിരുന്നു. ഇത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഹാഡ് ടു ആണ് ഉപയോഗിക്കുന്നത്. അറ്റ് ലാസ്റ്റ് ദ എനിമി ഹാഡ് ടു അക്സെപ്റ്റ് ഡിഫീറ്റ്. അറ്റ് ലാസ്റ്റ് ദ എനിമി ഹാഡ് ടു അക്സെപ്റ്റ് ഡിഫീറ്റ്. അവസാനം ശത്രുക്കൾക്ക് പരാജയം സമ്മതിക്കേണ്ടതുണ്ടായിരുന്നു. ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ ആയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.